ഷിജി അന്ന ജോസഫ് അവിടെ ജോലികളൊക്കെ ഓൺലൈനാക്കിയതും മറ്റുമൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് തിരിച്ചു വരാൻ നിന്ന ആളുകൾക്കൊക്കെ വ്യോമപാത അടച്ചത് മൂലം ബുദ്ധിമുട്ടുണ്ട്, വിമാനങ്ങളിൽ അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ഇപ്പോൾ എമിറേറ്റ്സ് വളരെ താൽക്കാലികമായി പരിമിതമായി സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിസ കാലാവധി അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ള, അതുപോലെ ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ള ആളുകൾക്കൊക്കെ അവിടെ ഇളവ് കിട്ടുമ്പോൾ പുതിയ സാഹചര്യത്തിൽ എന്താണ് അവിടെ പറയുന്നത്? തീർച്ചയായിട്ടും ദുബായ് ഗവൺമെന്റ് സാധാരണ ഇങ്ങനെയുള്ള ഇൻസിഡന്റുകൾ നമുക്കറിയാലോ. കൊറോണ കാലത്തൊക്കെ നാട്ടിലെ പെട്ടുപോയ ആൾക്കാര് തിരിച്ചു വരാൻ വേണ്ടി അവർ വന്നപ്പോഴത്തേക്കും അവർക്ക് 6 മാസത്തിനുള്ളിൽ എക്സ്റ്റെൻഡ് ചെയ്യാനും ഉള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിസയുടെ ഫൈൻ വന്നതൊക്കെ വേവ് ഓഫ് ചെയ്തു കൊടുത്തു. നമ്മൾക്ക് അങ്ങനെ ഈ രാജ്യത്തിന് ഇങ്ങനെ എന്റെ ജോലി പോവുമല്ലോ, വിസിറ്റ് വിസ എക്സ്പയർ ആവുമല്ലോ, അല്ലെ എക്സിറ്റ് ആയില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ഭീതി ഉണ്ടാവില്ല എന്ന് നമ്മളുടെ അനുഭവം കൊണ്ട് ഞങ്ങൾ പഠിച്ചതാണ്. അപ്പം നമുക്ക് അതിൽ ധൈര്യമുണ്ട്, ഒന്നും സംഭവിക്കില്ല, അവരതിനനുസരിച്ചുള്ള ആക്ഷൻ നമ്മൾക്ക് സപ്പോർട്ടീവായിട്ട് എടുക്കും എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ടാണല്ലോ ജോലികള് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറയും, വർക്ക് ഫ്രം ഹോം ആക്കാൻ പറയുന്നു, കുട്ടികളുടെ സ്കൂള് അത് ഓൺലൈൻ ആക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മളെ അത് സപ്പോർട്ട്, നമ്മളുടെ ഓരോ കാര്യങ്ങൾ, കാരണം നിങ്ങൾ വീട്ടിലിരുന്നോളൂ, ഞാൻ സംരക്ഷിച്ചുകൊള്ളാം എന്ന് അവർ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെയാണ് നമ്മളോട് ഇത്, നമ്മൾ ഭീതിയോട് കൂടി ഇതിനെ കാണുന്നു, പുറത്തിറങ്ങുന്നു, കൂട്ടം കൂടുന്നു. അപ്പൊ വരുന്ന നമ്മൾ ഇന്നലെ ഇപ്പൊ ഞാൻ കിസൈസ് ഏരിയയിലാണ് താമസിക്കുന്നത്. ഇന്നലെ വലിയൊരു സൗണ്ട് ഉണ്ടാകുന്നു, പക്ഷികളെല്ലാം കൂടെ ഓടി പറന്നാണ് ഇങ്ങനെ പേടിച്ച് ഗ്ലാസ്സിൽ വന്ന് അടിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചു. അപ്പൊ പുറത്തോട്ട് നോക്കിയപ്പോ കണ്ടത് ആൾക്കാരൊക്കെ എന്താണ് സൗണ്ട്, എവിടുന്നാണെന്ന് വരുന്ന ഓടിപ്പോയി നോക്കുന്ന കാണുമ്പോ അതിന്റെ വൈകുന്നേരം കിട്ടിയ മെസ്സേജിൽ നിന്ന് മനസ്സിലായി ഇത് എങ്ങനെയാണ് അടങ്ങാനും, ആൾക്കാരുടെ മേത്ത് വീണ് എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ, കാരണം വരുന്ന ഡ്രോൺ മിസൈൽ ആണെങ്കിലും അവിടുന്ന് തന്നെ ജനവാസം ഇല്ലാത്ത ഏരിയയിലോട്ട് മാറ്റി വിടുമ്പോൾ അത് ഇതാരെങ്കിലും പോയി എന്തെങ്കിലും സംഭവിച്ചാല് നിർവീര്യമാക്കേണ്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും പഠിത്താലോ എന്നുള്ള പേടിച്ചുകൊണ്ടാണല്ലോ അത് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഇറാൻ ആദ്യം പറഞ്ഞിരുന്നു അമേരിക്കയുടെ സൈന്യം എവിടെയാണുള്ളത് ആ സൈന്യത്തെ മാത്രമാണ് ആക്രമിക്കുന്നതെന്ന് പറഞ്ഞിരുന്ന അതേ ഇറാൻ തന്നെയാണ് ജനവാസം ഏറ്റവും കൂടുതൽ ഏരിയയിലോട്ടും കൂടെ അവർ കടന്നു കയറിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ സംരക്ഷണവുമായിട്ട് നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കൂ എന്ന് പറഞ്ഞ് ഗവൺമെന്റ് വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്, ആ ഭീതി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. കാരണം വിശ്വസിക്കാൻ ഇന്നലെ നമ്മൾ കണ്ടതാണ്, ലോകരാജ്യ എല്ലാ വിദേശകാര്യ മന്ത്രിമാരെല്ലാവരും കൂടെ ചേർന്ന് ഇറാനെ പോലെ ഒരു രാജ്യം ഒരിക്കലും സൗഹൃദത്തിലായിരുന്ന GCC കൺട്രിയിലോട്ട് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് അവർ തന്നെ പറയുകയുണ്ടായി. അപ്പൊ അതിനർത്ഥം ഇറാനെ എന്തൊക്കെ ഇപ്പം GCC കൺട്രികളെ ആക്രമിക്കുമ്പോൾ ഇവിടെയുള്ള ജനങ്ങളെ എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം, ഞങ്ങൾ ഏത് മേഖലയിലും എവിടെയാണെങ്കിലും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്നാണ് ഷിജി പറയുന്നത്.